ഇവിടെ നമ്മൾ ഫിസിക്സ് ചാപ്റ്റർ 1 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ചേർക്കുന്നതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ ഇതിൻ്റെ റിലേഷൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫിലമെൻറ്റ് ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആണെങ്കിൽ ഫ്യൂസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആയിരിക്കും. ഹീറ്റിംഗ് കോയിൽ നിക്രോം ആണെങ്കിൽ നിക്രോം വെച്ചിട്ടാണ് ഹീറ്റിംഗ് കോയിൽ നിർമ്മിച്ചതെങ്കിൽ ഫ്യൂസ് വയർ എന്തായിരിക്കും? എലോയി ഓഫ് ടിൻ ആൻഡ് ലെഡ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, എലോയി ഓഫ് ടിൻ ആൻഡ് ലെഡ്. ഇനി പവറിൻ്റെ യൂണിറ്റ് വാട്ടാന്ന് വയ്ക്കുക. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ഓം. പവർ വാട്ടാണെങ്കിൽ റെസിസ്റ്റൻസ് ഓം ആയിരിക്കും. ഇനി ഫിലമെൻറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ടങ്സ്റ്റൺ ഉപയോഗിച്ചിട്ടാണെങ്കിൽ സേഫ്റ്റി ഫ്യൂസ് നിർമ്മിച്ചിരിക്കുന്നത് അതും ഇവിടെ പോലെ തന്നെ എലോയി ഓഫ് ടിൻ ആൻഡ് ലെഡ്. ഇവിടെ സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നതും ഫ്യൂസ് വയർ എന്ന് പറയുന്നതൊക്കെ അലോയി ഓഫ് ടിൻ ആൻഡ് ലെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ 2018 ബോർഡ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ആൻ ഇലക്ട്രിക് ഹീറ്റർ ഓഫ് റെസിസ്റ്റൻസ് 115 ohm ഈസ് മെയ്ഡ് ടു വർക്ക് ഓൺ എ 230 volt സപ്ലൈ. ഇവിടെ ഒരു ഇലക്ട്രിക് ഹീറ്റർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റെസിസ്റ്റൻസ് 115 ohm നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വോൾട്ടേജ് 230 volt കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് കറണ്ട് കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ പവർ കണ്ടുപിടിക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈ ഇലക്ട്രിക് ഹീറ്റർ 10 minutes കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് എനർജി. നമുക്കറിയാം, ഒരു ഇലക്ട്രിക്കൽ അപ്ലയൻസ് കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ചൂടാവും. അപ്പോൾ ഹീറ്റ് എനർജിയാണ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് എനർജി കണ്ടുപിടിക്കാനാണ് തേർഡ് ക്വസ്റ്റ്യൻ. നമുക്ക് ആദ്യം തന്നെ കറണ്ട് കണ്ടുപിടിക്കാം. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ I = V/R എന്ന് പറഞ്ഞ ഫോർമുല നമുക്കറിയാം. ഇത് ഓംസ് ലോ ആണ്. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. വോൾട്ടേജ് എന്ന് പറയുന്നത് 230, അതുപോലെ തന്നെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 115 ohm ആണ്. വെട്ടുമ്പോൾ 2 ആംപിയർ എന്ന് ആൻസർ കിട്ടും. കറണ്ട് ആയതുകൊണ്ട് ആംപിയർ യൂണിറ്റ് എഴുതാൻ മറക്കരുത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇലക്ട്രിക് ഹീറ്ററിൻ്റെ പവർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. സോ പവർ P = V × I. ബി നമുക്കറിയാം, ഇവിടെ തന്നിട്ടുണ്ട് 230 volt ഇൻറ്റു നമ്മൾ നേരത്തെ കറണ്ട് കണ്ടുപിടിച്ചു 2 ആംപിയർ എന്ന് കണ്ടുപിടിച്ചു. സോ 460 watt പവർ നമുക്ക് കിട്ടി, 460 watt. ഇവിടെ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഹീറ്റ് എനർജിന് കണ്ടുപിടിക്കേണ്ടത്. സോ H ഹീറ്റ് എനർജി = P × T. P നമുക്ക് 460 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. T എന്ന് പറയുന്നത് 10 ആണ്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമുണ്ട്. 10 തന്നേക്കുന്നത്, ടൈം തന്നേക്കുന്നത് 10 minutesലാണ്. എപ്പോഴും സെക്കൻഡ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. സോ 1 minute എന്ന് പറയുന്നത് നമുക്കറിയാം 60 seconds ആണ്. അപ്പോൾ 10 minute 60 second ഒക്കെ എന്ത് ചെയ്യും? 10 × 60. അപ്പോൾ 460 × 10 × 60 ചെയ്ത് വരുമ്പോൾ 27,6000 ജൂൾ. ഹീറ്റ് എനർജി ആയതുകൊണ്ട് എപ്പോഴും ജൂളിലായിരിക്കും യൂണിറ്റ് എഴുതുക. ഇത് 2018 മോഡൽ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. ഇത് 2 ബൾബാണ്. 500 വാട്ടിൻ്റെയും 40 വാട്ടിൻ്റെയും 2 ബൾബ് സീരീസ് കണക്ഷനിലാണ് ഇവിടെ കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ സീരീസ് കണക്ഷനിൽ കണക്ട് ചെയ്യുമ്പോൾ ഈ സർക്യൂട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഏത് ബൾബാണ് കൂടുതൽ പ്രകാശിക്കുക അല്ലെങ്കിൽ കൂടുതൽ പ്രകാശം തരുന്നത്, ഇതിൽ ഏത് ബൾബാണെന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഇവിടെ സിൻസ് ദ സർക്യൂട്ട് ഈസ് ഇൻ സീരീസ് കണക്ഷൻ, നമുക്കറിയാം ഈ സർക്യൂട്ട് സീരീസ് കണക്ഷനിലായതുകൊണ്ട് ദ ബൾബ് വിൽ നോട്ട് റിസീവ് റിക്വേർഡ് വോൾട്ടേജ്. ബൾബിന് കൃത്യമായിട്ടുള്ള വോൾട്ടേജ് കിട്ടണമെങ്കിൽ അത് പാരലൽ കണക്ഷനിലായിരിക്കണം. പക്ഷേ ഇവിടെ സീരീസ് കണക്ഷനിലായതുകൊണ്ട് അതിന് റിക്വേർഡ് ആയിട്ടുള്ള വോൾട്ടേജ് അതിന് കിട്ടണില്ല. അപ്പോൾ ഏത് ബൾബാണോ പവർ കുറവുള്ളത് അതായിരിക്കും കൂടുതൽ പ്രകാശിക്കുക. ഇവിടെ 40 വാട്ടാണ് ബൾബാണ് ഏറ്റവും പവർ കുറഞ്ഞത്. 500 വാട്ടിനെ അപേക്ഷിച്ച് 40 വാട്ടാണ് പവർ കുറഞ്ഞ ബൾബ്. അപ്പോൾ 40 വാട്ടുള്ള ബൾബായിരിക്കും ഇവിടെ കൂടുതൽ പ്രകാശിക്കുക. അതായത് ആൻസർ എന്ന് പറയുന്നത് 40 വാട്ട് ബൾബായിരിക്കും. തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ ആംബറേജ് ഓഫ് ദ ഫ്യൂസ്. ഈ ആംബറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടിൻ്റെ സ്ട്രെങ്ത് എന്നേ ഇവിടെ മീനിങ് ഉള്ളൂ. കറണ്ടിൻ്റെ സ്ട്രെങ്ത് നമ്മൾ ആംബിയർ എന്ന് പറഞ്ഞ യൂണിറ്റിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംബറേജ്.
അപ്പോൾ ആംബറേജ് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്. ആംബറേജ് ഈസ് ഈക്വൽ ടു വാട്ടേജ് ബൈ വോൾട്ടേജ്. ഇതാണ് ആംബറേജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. വാട്ടേജ് എന്ന് പറയുന്നത് നമുക്കറിയാം പവറിൻ്റെ യൂണിറ്റാണ് വാട്ട്. വോൾട്ടേജ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 240 വോൾട്ട്. അപ്പോൾ വാട്ടേജ് എന്ന് പറയുമ്പോൾ 2 ബൾബ് ഉള്ളത് കൊണ്ട് 2 പവർ ഉണ്ട്. സോ 500 പ്ലസ് 40 ഡിവൈഡഡ് ബൈ 240. വോൾട്ടേജ് എന്ന് പറയുന്നത് 240 ആണ്. അതുകൊണ്ട് തന്നെ 540 ഡിവൈഡഡ് ബൈ 240 ചെയ്യുമ്പോൾ is equal to 2.2 ആംബെയർ അല്ലെങ്കിൽ 2.25 ആംബെയർ. 2.25 ആംബർ ആയിരിക്കും ഇവിടെ ഇത് വെട്ടിച്ചെറുതാക്കുമ്പോൾ കിട്ടുന്നത് ആൻസർ. അപ്പോൾ ആംബറേജ് എന്ന് പറയുന്നത് വാട്ടേജ് ബൈ വോൾട്ടേജ് ആണ് പഠിക്കുക. വോൾട്ടേജ് ബൈ വാട്ടേജ് എന്ന് എഴുതരുത്, പവർ ബൈ വോൾട്ടേജ്. അപ്പോൾ പവറിനെ നമ്മൾ പ്ലസ് ചെയ്തു, ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ചെയ്യുമ്പോൾ നമുക്ക് 2.25 ആംബിയർ എന്ന് കിട്ടി. അപ്പോൾ ആംബറേജ് എന്ന് പറയുന്നത്, ഫ്യൂസിൻ്റെ ആംബറേജ് എന്ന് പറയുന്നത് 3 ആംബിയർ അഥവാ 2.25 ആംബിയർ ആണ്. ഇവിടെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ആംബിയേഴ്സിലാണ് എക്സ്പ്രസ് ചെയ്യുക. ഇത് മാർച്ച് 2019 ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നെയിം ദ കളർ ഓഫ് ദ ലൈറ്റ് എമിറ്റഡ് വെൻ നൈട്രജൻ ഈസ് യൂസ്ഡ് ഇൻ എ ഡിസ്ചാർജ് ട്യൂബ്. ഒരു ഡിസ്ചാർജ് ട്യൂബിൽ നൈട്രജൻ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ എമിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് വരുന്ന അല്ലെങ്കിൽ കാണപ്പെടുന്ന ആ ലൈറ്റിൻ്റെ കളർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഡ് ആയിരിക്കും ആൻസർ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.